എല്ലാവർക്കും നമസ്കാരം. ബിസിനസ്സുകാർക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ആംനസ്റ്റി സ്കീം 2024 ഇതനുസരിച്ച് GST നിലവിൽ വരുന്നതിന് മുമ്പ്, അതായത് 2017-18 വരെയുള്ള നികുതി കുടിശ്ശിക, KGST, VAT, CST, സർചാർജ് ആൻഡ് ലക്ഷറി ടാക്സസ്, അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, ഇത്തരം ആക്റ്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാവുന്ന കുടിശ്ശിക അടച്ചു തീർക്കാനുള്ളൊരു സുവർണ അവസരം. അത് സത്യത്തിൽ ടാക്സിൻ്റെ വളരെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് മാത്രം അടച്ച ഇൻട്രസ്റ്റ്, പെനാൽറ്റി, മറ്റ് ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കാനുള്ള വളരെ വലിയൊരു സുവർണ അവസരമാണ്. അപ്പോൾ ആംനസ്റ്റി 2024 കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആംനസ്റ്റി സ്കീം 2024 രണ്ട് തരത്തിലുള്ള ആംനസ്റ്റികളുണ്ട്. ഒന്ന് GSTയുമായി ബന്ധപ്പെട്ട ഒരു ആംനസ്റ്റി. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. കാരണം അതിനേക്കാൾ വളരെ ഗൗരവമുള്ള വിഷയമാണിത്. കാരണം വെച്ചാൽ 7 വർഷം മുമ്പ് GST നിലവിൽ വന്നിട്ട് ഇപ്പോൾ 7 വർഷമായി. 7 വർഷം മുമ്പുള്ള കുടിശ്ശികൾ അവസാനിപ്പിക്കാനുള്ളതാണ് ഈ പഴയ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആംനസ്റ്റി. അതായത് ട്രേഡ് സർക്കുലർ 3/2024 17/8/2024 ഈ സർക്കുലർ പ്രകാരം കേരള ഫിനാൻസ് മിനിസ്റ്റർ ഈ ഒരു കഴിഞ്ഞ ഫിനാൻസ് ബില്ലിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആംനസ്റ്റി സ്കീമാണ്. 17/8/2024 സർക്കുലർ പ്രകാരം ആംനസ്റ്റി നിലവിൽ വന്നു. ഈ ആംനസ്റ്റിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ട് ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ആംനസ്റ്റി സ്കീമാണ്. നിങ്ങളിതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് ഈ ട്രഷറി സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഓൺലൈൻ്റെ ലിങ്കും ഈ ട്രഷറിയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ഇപ്പോൾ 7 വർഷം മുമ്പത്തെ ഒരു ആക്ട് പ്രകാരമുള്ള പൈസയാണെങ്കിൽ പോലും പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ട്രൈബ്യൂണലിലൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത്തരം ആളുകൾ ട്രൈബ്യൂണലിൽ നിന്ന് ഈ പറഞ്ഞ അപ്പീൽ വിഡ്രോ ചെയ്തിട്ട് ലീവ് ടു വിഡ്രോ എന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ഈ ലീവ് ടു വിഡ്രോ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഈ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യാനുള്ള സമയപരിധി എന്നത് സർക്കുലർ നിലവിൽ വന്ന് വിത്തിൻ 60 days ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിലും 31 December 2024 വരെ ചെയ്യാം എന്ന് ഈ സർക്കുലർ പറയുന്നുണ്ട്. അപ്പോൾ 31 December 2024 മുമ്പായിട്ട് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ആംനസ്റ്റി പ്രകാരം നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സംഖ്യ, അതായത് ടാക്സിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ്, അപ്പോൾ ഈ ഇത്തരത്തിൽ ടാക്സിൻ്റെ പെർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ ടാക്സിൻ്റെ മാത്രമാണ് പെർസെൻറ്റേജ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ടാക്സും ഇൻട്രസ്റ്റും പെനാൽറ്റി ഉൾപ്പെടെയുള്ളൊരു പെർസെൻറ്റേജ് അല്ല കണക്കാക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു സ്ലാബ് പ്രകാരമാണ് എത്ര പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത്. ആ സ്ലാബ് ഞാനിവിടെ പിക്ചറിൽ കൊടുക്കുന്നുണ്ട്. സ്ലാബ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സ്ലാബ് പ്രകാരം എത്രയാണ് അടയ്ക്കേണ്ടത്. 50,000 രൂപ വരെയുള്ള ഡിസ്പ്യൂട്ടുള്ള എമൗണ്ടുകൾക്ക്, അല്ലെങ്കിൽ 50,000 രൂപ വരെ ഡിമാൻഡ്, ടാക്സ് ഡിമാൻഡ് പെൻഡിംഗ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വെറുതെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ മതി, ഒരു പൈസയും അടയ്ക്കേണ്ട. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 50,000 അതിൽ താഴെയോ നികുതി കുടിശ്ശികയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസയും അടയ്ക്കാണ്ട് തന്നെ ഈ ആംനസ്റ്റി സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ രക്ഷപ്പെടാൻ പറ്റും. ബാക്കിയുള്ള സ്കീമുകൾ ഞാനിവിടെ പറയുന്നുണ്ട്, ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളത് നോക്കുക. അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആംനസ്റ്റി ഓപ്റ്റ് ചെയ്താൽ ഈ പറഞ്ഞ 2025 മാർച്ച് 31 മുമ്പായിട്ട് നിങ്ങൾ എഗ്രി ചെയ്തിട്ടുള്ള എമൗണ്ട് അടച്ചു തീർക്കണം. ഇൻ കേസ് അത് അടച്ചു തീർത്തില്ലെങ്കിൽ വീണ്ടും RRലേക്ക് പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ ഒരു 3-4 കാര്യങ്ങളാണ് ഈ പുതിയ ആംനസ്റ്റി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ. മറ്റു കാര്യങ്ങളെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ സ്കീമിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപ്പലറ്റ് ഓർഡറുകളോ ഏതെങ്കിലും മോഡിഫൈ ചെയ്യാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും റിവിഷൻ പ്രകാരം മോഡിഫൈ ചെയ്യാനോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഡേറ്റ് കണക്കാക്കുന്നത് ആ മോഡിഫിക്കേഷൻ കിട്ടിയിട്ട് വിത്തിൻ 60 days നിങ്ങൾ ഓപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ പെൻഡിങ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അസസിങ് അതോറിറ്റിക്ക് മുമ്പാകെ ഏതെങ്കിലും തരത്തിലുള്ള അസസ്മെൻറ്റ് മോഡിഫിക്കേഷൻ പെൻഡിങ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മോഡിഫൈഡ് ഓർഡർ വാങ്ങുകയും വിത്തിൻ 60 days നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ നിലവിൽ അപ്പീൽ ഫയൽ ചെയ്യുന്ന ആളുകൾ സർട്ടൻ പെർസെൻറ്റേജ് എമൗണ്ട് അടച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അത് ഇൻട്രസ്റ്റിലേക്കായിരിക്കും വകവെച്ച് പോയിട്ടുണ്ടാവുക. എന്നിരുന്നാലും ഈ സ്കീം വരുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര എമൗണ്ട് ആണോ അടച്ചിട്ടുള്ളത് അത് ടാക്സിലേക്ക് വരവ് വയ്ക്കും. അത് വലിയൊരു കിട്ടലാണ്. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ 10 ലക്ഷത്തിന് താഴെയുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റിയുടെ 30% അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 3 ലക്ഷം ടാക്സ് ഡിമാൻഡുള്ള ഒരാളെ സംബന്ധിച്ച് 3 ലക്ഷം ടാക്സ് ഡിമാൻഡ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി, അതായത് ആംനസ്റ്റി പ്രകാരം അടച്ചു തീർക്കേണ്ട ടാക്സ് ലയബിലിറ്റി എന്ന് 90,000 രൂപയാണ്. അല്ലേ? ഈ 90,000 രൂപയിൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ഒരു 40,000 രൂപ അടച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 90,000 മൈനസ് 40,000 ബാക്കി 50,000 രൂപ മാത്രം അടച്ചാൽ മതി. ഒരു പക്ഷേ നിങ്ങളത് അടയ്ക്കുന്ന സമയത്ത് ഇത് ഇൻട്രസ്റ്റിലേക്കായിരിക്കും അപ്പോർഷൻ ചെയ്ത് എങ്കിൽ പോലും ഈ സ്കീം നിലവിൽ വരുന്നതിന് മുമ്പ് ഈ ടോട്ടൽ ഡിമാൻഡിലേക്ക് നിങ്ങൾ എത്ര അടച്ചിട്ടുണ്ടോ അത് നിങ്ങൾ അറൈവ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കിട്ടൽ തന്നെയാണ്.
അത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ അതിൻ്റെ ഒറിജിനൽ അസസ്മെൻറ്റ് ഓർഡർ അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രഷറിയുടെ ചലാൻ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ അപ്പലേറ്റ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ലീവ് ടു സറണ്ടർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫൈഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അപ്പലേറ്റ് ഓർഡറോ റിവിഷൻ ഓർഡറോ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇത് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഇത് വെരിഫൈ ചെയ്തും. ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം ആണ് ഒരു സെറ്റിൽമെൻറ്റ് ഓർഡർ നിങ്ങൾക്ക് തരുന്നത്. ആ സെറ്റിൽമെൻറ്റ് ഓർഡർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അഥവാ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഈ പറഞ്ഞ ആംനസ്റ്റി ആപ്ലിക്കേഷൻ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി അപ്രൂവ് ചെയ്യാത്തൊരു ഘട്ടം വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ അപ്രൂവ് ചെയ്യാത്തൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ ഓർഡറിനെതിരെ നിങ്ങൾക്ക് അതാത് ജില്ലയിലെ ജോയിൻറ്റ് കമ്മീഷണർമാർക്ക് മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. കാരണം ആംനസ്റ്റി ആണെങ്കിൽ പോലും ആംനസ്റ്റി വളരെ വിപുലമായൊരു സംവിധാനത്തോടു കൂടിയാണ് ഈ ആംനസ്റ്റി വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന ഒരു കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ആംനസ്റ്റി സ്കീം തന്നെയാണ്. കാരണം ആ ആംനസ്റ്റിക്ക് അകത്ത് തന്നെ, കാരണം ആംനസ്റ്റിക്ക് ഒരു അപ്പീൽ സംവിധാനം നിലവിലുണ്ടായിരുന്നില്ല. കാരണം ആ ആംനസ്റ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓർഡറിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ജോയിൻറ്റ് കമ്മീഷണർ മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ അതിനൊരു അവകാശം കൂടി നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആംനസ്റ്റി സ്കീം പ്രയോജനപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ്. ഈ ആംനസ്റ്റി സ്കീം 2024 ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ആ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഇത് സെറ്റിൽമെൻറ്റ് ഓർഡർ ചെയ്യണം. ഈ സെറ്റിൽമെൻറ്റ് ഓർഡർ നിങ്ങൾ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഈ സെറ്റിൽമെൻറ്റ് ഓർഡർ കിട്ടാത്തടത്തോളം കാലം നിങ്ങളുടെ ആംനസ്റ്റി സ്കീം ആക്സെപ്റ്റഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ സെറ്റിൽമെൻറ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ മുമ്പുള്ള ആംനസ്റ്റി സ്കീമുകളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത് എന്താ വെച്ചാൽ, ഈ ആംനസ്റ്റി സ്കീമിൽ നിങ്ങൾക്ക് എത്ര ഓർഡർ ഉണ്ടോ ആ ഓർഡറുകൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. നേരത്തെ ഒരു ആംനസ്റ്റി ഉണ്ടായിരുന്നു, മൊത്തത്തിൽ നമ്മൾ ഓരോ വർഷത്തെ എമൗണ്ടുകളും കൂടിയും ഡ്രാഗ് ചെയ്തെടുത്ത് ടോട്ടൽ എമൗണ്ടിൽ നമ്മൾ ഒരു ആംനസ്റ്റി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന രീതിയായിരുന്നു. പക്ഷേ ഇതൊന്നും വ്യത്യാസമായിട്ട് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ, സപ്പോസ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 13-14 നിങ്ങൾക്ക് 2 ഓർഡർ ഉണ്ടെന്ന് വിചാരിക്കുക. 2 ഓർഡറിന് നിങ്ങൾ 2 ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. 13-14 ഒരു ഓർഡർ ഉണ്ട്, 14-15 വേറൊരു ഓർഡർ ഉണ്ടെങ്കിലും നിങ്ങൾ 2 ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു എമൗണ്ടിൽ നമ്മൾ 40% കണക്ക് കൂട്ടി, 30% കണക്ക് കൂട്ടി, 30% കണക്ക് കൂട്ടിയതിന് ശേഷം നിങ്ങൾ 90,000 റുപ്പീസാണ് അടയ്ക്കാനുള്ളതെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ ഓർഡറിൽ 13-14 തന്നെ നിങ്ങൾ 90,000 അടയ്ക്കണം. നിങ്ങൾ ബൈ മിസ്റ്റേക്ക് 95,000 അടച്ചു എന്ന് വിചാരിക്കുക. ആ 5,000 ഒരിക്കലും ഈ ഓർഡറിൽ നിന്ന് മറ്റേ ഓർഡറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓർഡർ പ്രകാരം നമ്മൾ അടച്ച എമൗണ്ട് യാതൊരു തരത്തിലും മറ്റൊരു ഓർഡറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ റീഫണ്ട് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ ഡിമാൻഡ് എത്രയാണ് നിങ്ങൾ കൺഫേം ആക്കുകയും ആ ഡിമാൻഡ് പ്രകാരം അടയ്ക്കേണ്ട കൃത്യം എമൗണ്ടുകൾ അതാത് ഓർഡറുകൾ അടച്ചിട്ട് ഈ ആംനസ്റ്റി ഓപ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഏതെങ്കിലും ഒരു എമൗണ്ടിൽ കയറിയിട്ട് നമ്മൾ റൗണ്ട് ചെയ്ത് അടച്ചിട്ട് മറ്റൊരു എമൗണ്ടിലേക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എല്ലാ ഓർഡറുകൾക്കും നിങ്ങൾക്ക് ആംനസ്റ്റി ഈ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓൺലൈൻ പ്രകാരം എത്ര ഓർഡറുകൾ നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഓർഡറുകൾക്കെല്ലാം സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. അതിന് സെപ്പറേറ്റ് ടാക്സ് അടയ്ക്കുക. യാതൊരു തരത്തിലുള്ള റീഫണ്ടും കിട്ടില്ല. കാരണം ടാക്സ് ഡിമാൻഡുള്ള ആളുകൾക്കാണ് ആംനസ്റ്റി വന്നിട്ടുള്ളത്. റീഫണ്ട് എന്നുള്ളൊരു പ്രൊവിഷൻ ആംനസ്റ്റിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ മേൽ സൂചിപ്പിച്ച ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, ഈ ആംനസ്റ്റി സ്കീം 2024, അതായത് പഴയ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട വാറ്റാണ് മെയിനായിട്ട്, വാറ്റ്, CST, KGST ആയിട്ട് ബന്ധപ്പെട്ട ഈ ആംനസ്റ്റി സ്കീം സാധാരണ നിലയ്ക്ക് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സ്കീമാണ്. കാരണം മിക്കവാറും ആളുകൾ ഈ 30% സ്ലാബിൽ, വളരെ ചെറുകിടക്കാരൊക്കെ ആയിരിക്കും ഈ പൈസ അടയ്ക്കാത്തത്. കാരണം വെച്ചാൽ പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ടായിരിക്കും ഈ 7 വർഷമായിട്ട് പോലും ടാക്സ് അടയ്ക്കാത്തത്. അപ്പോൾ ലിറ്റിഗേഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വലിയ സ്കോപ്പില്ലാത്ത കേസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ നിങ്ങൾ വിഡ്രോ ചെയ്യുക. അപ്പീൽ വിഡ്രോ ചെയ്തതിന് ശേഷം ആംനസ്റ്റി സ്കീം ഓപ്റ്റ് ചെയ്ത് 30% മാത്രം ടാക്സ് അടച്ച് സമാധാനപരമായിട്ടിരിക്കുക. ഈ ഡേറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2025 മാർച്ചിൻ്റെ മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ എമൗണ്ടുകൾ തീർത്തും അടച്ച് ഈ പറഞ്ഞ പോലെ തന്നെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.